കുറേ ബ്രൗൺ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ഐഡിയാസുമായിട്ട് ഞാൻ ഇനിയും വരുമെന്ന് നന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജേർണൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോറി, ജേർണൽസ് അല്ല, ജേർണൽ സപ്ലൈസ്. ഇനി ഈ സപ്ലൈസ് എല്ലാം വെച്ചിട്ട് ഒരു ജേർണലും ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പൊ അത്യാവശ്യം ഇങ്ങനത്തെ പേപ്പേഴ്സ് എല്ലാവരും കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ എടുത്തോളൂ. എന്നിട്ട് ഓരോ ഘട്ടമായിട്ട് ചെയ്തോളൂ. കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ്, പിന്നെ സ്റ്റാമ്പ്, കുറച്ച് സ്റ്റിക്കേഴ്സ്, വാഷി ടേപ്സ്, ഈ 4 ഐറ്റംസുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇതെല്ലാം കൂടെ എടുക്കാൻ ഏകദേശം ഒരു 2.5-3 മണിക്കൂറിനകത്ത് എടുത്തു. കാരണം എനിക്കിത് ഷൂട്ടും കൂടെ ചെയ്യണ്ടേ. ഇപ്പൊ ഷൂട്ട് ചെയ്യാതെ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇത്രയും സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോ ദിവസവും ഓരോ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ബുദ്ധി. അപ്പൊ ഈ വർഷം മുഴുവൻ ജേർണൽ ചെയ്യാനുള്ള അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെക്കാനും പറ്റും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലെ എല്ലാ പാറ്റേൺസും വാഷി ടേപ്പ് ഉൾപ്പെടെയുള്ള ഐഡിയാസ് എന്റേത് തന്നെ ആയിരുന്നു. പിൻട്രസ്റ്റിലൊന്നും നോക്കി ഞാൻ അധികം കഷ്ടപ്പെട്ടുമില്ല, സമയം മെനക്കെട്ടുമില്ല. കുറെ ഐഡിയാസ് മനസ്സിൽ വന്നു, അത് അതേപോലെ അതിനകത്ത് കുത്തിക്കുറിച്ച് വെച്ചു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആയിരുന്നു. ആൻഡ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് കുറച്ച് സ്റ്റാമ്പ് പേപ്പേഴ്സ് ആണ്. ഈ സ്റ്റാമ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇളക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ രീതിക്ക് വെട്ടി വെച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പോളറോയിഡ്സ് ആണ്. ഈ പോളറോയിഡ്സിന്റെ ചുറ്റും 4 വശവും ഞാൻ വെള്ളം കൊണ്ട് വരച്ചിട്ട് ഏറ്റവും താഴത്തെ ഭാഗം കണ്ടോ, അത് കൂടുതൽ വിഡ്ത്തിലാണ് വരച്ചിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ചുറ്റിനും 1 സെന്റിമീറ്റർ ആണ് വരയ്ക്കുന്നതെങ്കിൽ താഴെ 1 സെന്റിമീറ്ററിൽ അല്ല 2 സെന്റിമീറ്ററിൽ വരയ്ക്കണം. അതായത് ചുറ്റിനും ഞാൻ 0.5 ആണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും താഴത്തെ വശം മാത്രം 1 സെന്റിമീറ്റർ. പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പഴയ ബുക്കിലൊക്കെയുള്ള പടങ്ങളുണ്ടല്ലോ, അത് വെട്ടി ഒട്ടിച്ചു കൊടുക്കാം. അല്ല നിങ്ങൾക്ക് പടം വരയ്ക്കാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ വരച്ച് അതിനകത്ത് ഒട്ടിക്കാം. ഇതൊന്നും അല്ല, നിങ്ങൾക്ക് അതിനകത്ത് വരച്ച് പെയിന്റ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യാം. അടുത്ത വാഷി ടേപ്സ് ആണ്. വാഷി ടേപ്സിന്റെ പാറ്റേൺ ഒക്കെ നല്ല രസമായിരുന്നു, എനിക്ക് നല്ല യുണീക്ക് ആയിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മുടെ ബ്രഷ് പെൻ വെച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഒന്ന് ബ്രഷ് പെൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ആ ഒരു വിൻറ്റേജ് ലുക്ക് പോകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് അത് പോയിട്ടില്ല. ബിക്കോസ് ഈ പേപ്പർ എന്ന് പറയുന്നത് അങ്ങ് വെള്ളം വല്ലാതെ വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒട്ടൊരു ഫിനിഷിംഗ് ഇല്ലാതെ വരുമ്പോൾ അത് മാറ്റായിട്ട്, അതായത് ഒരു നരച്ചതുപോലെ നമുക്ക് തോന്നും. അതായത് ഏത് കളർ ഇതിനകത്തിട്ടാലും ഒരു നരച്ച ക്വാളിറ്റിയേ കിട്ടുള്ളൂ. അപ്പോൾ വിൻറ്റേജിന് നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അടുത്തുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റിക്കേഴ്സ് ആണ്. ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഞാൻ മുമ്പ് ഒരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ എക്സാക്ട് ഒരു മാറ്റ് ഫിനിഷ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ പുറത്ത് മറ്റേ സെല്ലോ ടേപ്പും കാര്യങ്ങളും ഒന്നും ഒട്ടിച്ചിട്ടില്ല. ഈ ഫസ്റ്റ് വെള്ളയിൽ വരച്ച ചെടി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ആ സാധനം വരയ്ക്കാൻ തുടങ്ങിയത്. അതിപ്പോൾ എനിക്ക് എല്ലായിടത്തും വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടം. നല്ല ഈസി ആയിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകും കേട്ടോ. പിന്നെ ഇതിനെല്ലാം വെട്ടിയെടുത്ത് ഞാനൊരു പേപ്പറിനകത്ത് ജസ്റ്റ് ഒട്ടിച്ച് സ്റ്റിക്കേഴ്സ് ഒന്ന് പേര് എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കാൻ കേട്ടോ നമുക്ക് ജേർണലിംഗ് സപ്ലൈസ് ആയിട്ട്. പിന്നെ ബ്രൗൺ പേപ്പേഴ്സ് ഐഡിയ എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ബ്രൗൺ പേപ്പേഴ്സ് വെച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഐറ്റംസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ചില സാധനങ്ങളുടെ സപ്ലൈസ് ഒന്നും ഉണ്ടാക്കാതെ ജേർണലിംഗ് ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ അത് വേണ്ട ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആരും ഈ വീഡിയോസ് ഒന്നും കാണാതെ തന്നെയും പിന്നെയും അത് ചെയ്തില്ലല്ലോ ചേച്ചി, ഇത് ചെയ്തില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല യൂട്യൂബ് എങ്ങനെയാണ് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ തരുന്നതും കാര്യങ്ങളെന്ന്. ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചാനൽ കയറി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസ് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. ചില ദിവസങ്ങളിൽ ഞാൻ 2 വീഡിയോസ് ഇടാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ, ചില ദിവസങ്ങളിൽ മാത്രമാണ് ഒരു വീഡിയോസ് ഇടുന്നത്. അതെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രമായിരിക്കും. അപ്പോൾ ഇനി ഈ കാര്യം ശ്രദ്ധിക്കുമല്ലോ അല്ലേ.